ആന 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 അയ്യോ, തണുപ്പ് കൊതിച്ച് മലയാറാൻ വന്നപ്പോൾ ആന ചവിട്ടിക്കൊണ്ട് പോയേനയ്യോ. ഇതെന്താണിത് ഭഗവാനെ? പഴയ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ADV സഞ്ചാരീസ്. ഇന്ന് ഞായറാഴ്ച ദിവസമായതുകൊണ്ട് നമ്മളൊരു ചെറിയൊരു ട്രിപ്പിന് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പോൾ പകുതിയൊന്നും ആയിട്ടില്ല, ഇനി ഏകദേശം 10-80 കിലോമീറ്ററോളം നമുക്കിനി പോകാനുണ്ട്. അപ്പോൾ പോകുന്ന ആ ഒരു സമയത്ത് ഇവിടെ ഒരു ചെറിയൊരു റബ്ബർ തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഒന്ന് നിർത്തിയതേ ഉള്ളൂ. നല്ലൊരു സൈലൻ്റ് ആയിട്ടുള്ള ഏരിയ. നമുക്ക് ഹൈവേ വഴി പോകാവുന്നേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ഗൂഗിൾ അമ്മച്ചി നമ്മളെ നൈസായിട്ട് ഇത്ര പ്രകൃതി വൈബ് ഉള്ള റോഡിൽ കൂടെയൊക്കെയാണ് കൊണ്ടുപോകുന്നത്. ഒരു കണക്കിന് അത് നല്ലതല്ലേ, കാരണം വൈദ്യം കൽപ്പിച്ചതും അല്ല, രോഗി ഇച്ഛിച്ചതും വൈദ്യം കൽപ്പിച്ചതും പാല് എന്ന് പറയുന്നത് പോലെ തന്നെ അങ്ങോട്ട് കുറേ ദൂരം ഹൈവേ കൂടെ തന്നെ പോകണമല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ വരുമായിരുന്നു. ഞങ്ങൾക്ക് വഴി അറിയാം, എന്നാലും ഞാൻ ഗൂഗിൾ മാപ്പ് നിട്ടെന്നേ ഉള്ളൂ. ഒരു ടേണിങ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ വലച്ചിലല്ലേ. ഇപ്പോൾ ഗൂഗിൾ മാപ്പ് ഇട്ടപ്പോൾ ഉണ്ട് പുള്ളിക്കാരി നൈസായിട്ട് നമ്മളെ കുറച്ച് അടിപൊളി സ്ഥലത്തൂടെയൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പം ഇതുവരെ വീഡിയോ ക്യാമറ ഓണാക്കിയിട്ടില്ലായിരുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇത്രയും കിലോമീറ്റർ ആയിട്ട് ഏകദേശം 50 കിലോമീറ്ററോളം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതുവരെ നമ്മൾ ക്യാമറ കാര്യങ്ങളൊന്നും ഓണാക്കിയിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ടാണ് നമ്മളിപ്പോൾ ക്യാമറ ഓണാക്കുന്നത്. ഇനിയിപ്പോൾ ഏകദേശം 10-80 കിലോമീറ്റർ കൂടിയൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇനി അതിനടുത്തൊക്കെ എത്താറായിട്ട് നമ്മൾ ക്യാമറ ഓണാക്കുന്നുള്ളൂ. നമ്മളങ്ങനെ ഏകദേശം അതിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഏകദേശം ഒരു 20 കിലോമീറ്റർ താഴെ മാത്രമേ ഉള്ളൂ നമുക്ക് എത്തിച്ചേരാനുള്ള സ്ഥലം. അവിടേക്ക് നമുക്ക് കണ്ട ഈ ഒരു റോഡൊക്കെ കണ്ട എല്ലാവർക്കും മനസ്സിലാവും. ഇനിയും സസ്പെൻസായിട്ടൊന്നും പറയുന്നൊന്നുമില്ല. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പൊന്മുടി ഭാഗത്തോട്ടാണ്. പൊന്മുടിയിലോട്ടാണ് നമ്മളിന്ന് രാവിലെ ഇറങ്ങി തിരിച്ചത്. മുന്നിൽ കാണുന്ന ആ ഒരു മലനിരകൾ നിങ്ങൾക്ക് ഗോപ്രോയിൽ കാണാൻ പറ്റും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അങ്ങ് മുകളിൽ ആ മലനിരകൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ നോക്കിക്കഴിയുമ്പോൾ മലനിരകൾ നമുക്ക് കാണാൻ പറ്റും, സുഖമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മുകളിൽ കോടയും കാര്യങ്ങളൊന്നും കാണുന്നില്ല. നട്ടുച്ചയ്ക്ക് വന്നിട്ട് കോട പോലും അല്ലേ. ഇതെന്താണിത് ഭഗവാനെ? ഇതെന്തോ 10 രൂപ വല്ലതും ഉണ്ടോടി? 10 രൂപ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കൊടു. എന്തോത്തിൻ്റെ ഇത്? അമ്പലത്തിലെ അതിലുണ്ടാ? അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ അടി എന്തെങ്കിലും 10-20 രൂപ വല്ലതും ഉണ്ടെങ്കിൽ എടുത്ത് കൊടു. പോക്കറ്റിൽ കാണും. കൊടുക്ക്. നമ്മളങ്ങനെ പൊന്മുടി എക്കോ ടൂറിസത്തിലേക്ക് എത്തിയിട്ടുണ്ട്. സമയം കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇവർ കണ്ട് ഇതൊരുമാതിരി പന്നപ്പണിയെന്ന് വേണമെങ്കിൽ പറയാം. എന്നാ 20 രൂപ കൊടുത്ത് 20 രൂപയുടെ ഒരു കൂപ്പൺ തന്നു. പേരും അഡ്രസ്സും ഒന്നും എഴുതിയിട്ടൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. വഴി കൂടെ പോകുന്നവരെ തടഞ്ഞു നിർത്തി പേടിപ്പിക്കുന്നൊരു പരിപാടി. സംഭവം ഇത് RSSകാരാണ്. അവന്മാരുടെ ആണെങ്കിൽ കാവി കയ്യിലും കാര്യങ്ങളൊക്കെ കാണും പറഞ്ഞോളെ, കയ്യിലെ രാഖിയൊക്കെ ആയിട്ട്. അല്ലെങ്കിൽ അമ്പലത്തിലെ പരിപാടിക്ക് RSSകാരാണല്ലോ. ഇത് നമുക്കാണെങ്കിൽ സ്കിപ്പ് അടിച്ച് പോകാനും പറ്റുന്നില്ല. കാരണം ഫ്രണ്ടിൽ പോയ കാറുകാരനങ്ങ് ചവിട്ടി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ടും വണ്ടി കിടക്കുന്നത്. അപ്പോൾ നമുക്കാണെങ്കിൽ ഓവർടേക്ക് ചെയ്ത് കയറി പോകാനുള്ളൊരു ഗ്യാപ്പും ഇല്ലൊന്നും. അതുകൊണ്ട് ഞാൻ അവനെ നിർത്തി. പിന്നെ തരത്തില്ല എന്ന് പറഞ്ഞ് ഇവരുടെ ചൊറയാക്കണ്ടല്ലോ. അങ്ങനെ 20 രൂപ 10 രൂപ കൊടുക്കാമെന്ന് വിചാരിച്ചോ. എന്നാൽ പിന്നെ പോട്ട് 20 രൂപയല്ലേ എന്നും പറഞ്ഞ് 20 രൂപ എടുത്ത് കൊടുത്ത് നമ്മളിങ്ങനെ പൊന്മുടിയിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ. കാടിനകത്ത് കയറുമ്പോൾ നമ്മളെപ്പോഴും വൈസർ തുറന്നിടണം. വൈസർ എന്തിനാണ് തുറന്നിടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാടിൻ്റെ ഒരു കാഴ്ചയുണ്ട്.
അത് നമുക്ക് വൈസറിനകത്തോട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല. കാണാൻ പറ്റും, എന്നാലും അത്രയ്ക്കൊരു പെർഫെക്ഷൻ കാണത്തില്ല. ഈ പ്രദേശം ക്യാമറ നിരീക്ഷണത്തിലാണ്. ഞങ്ങളുടെയും കയ്യിലുണ്ട് ക്യാമറ. ഇപ്പോൾ കല്ലാറായി കേട്ടോ. കല്ലാറ് വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് അങ്ങോട്ടാണ് പോകുന്നത്. അയ്യോ, അങ്ങോട്ട് കാണിച്ചു തന്നത് കല്ലാറിനകത്ത് വെള്ളമൊക്കെ കുറവാണ്, ഒഴുക്കൊന്നും ഇല്ല കേട്ടോ, വെള്ളമൊട്ടും കാണാൻ സാധ്യതയില്ല. ഇവിടെ KSRTC ബസ്സൊക്കെ വന്നു കിടക്കുന്നത്. നെടുമങ്ങാട് ബസ്, വിതുര നെടുമങ്ങാട് ബസ്സാണ് കിടക്കുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് കടകളാണ്. ഈ ഫുഡിന് വേണ്ടിയിട്ട് ഇവിടെ നിന്ന് വന്ന് വിഷമിക്കുന്നുണ്ട്. അടുപ്പിച്ചടുപ്പിച്ച് ആഷിഖ്, ഷാന്, സന, അമ്മ, ഫൈസൽ, ഒരുപാട് പിന്നെ ഫൈസൽ, ഒരുപാട് ഹോട്ടലുകൾ അടുപ്പിച്ചടുപ്പിച്ച്. ഇവർക്ക് എന്ത് ലാഭമുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാഭം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇവരൊക്കെ ഇവിടെ ഇത്രയും ഹോട്ടലുണ്ടാക്കിയത്. അവിടെ ഒരു അമ്മയും കുഞ്ഞും കൂടെ നിന്നോട്ടെ ഇതെടുക്കുന്നു, വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുന്നു. അവിടെ കണക്കെഴുതി വെച്ചേക്കുന്നു, ഈ ആ വെള്ളച്ചാട്ടത്തിൽ വീണ് മരിച്ച ആൾക്കാരുടെ കണക്ക് കാര്യങ്ങളൊക്കെ. ടേക്ക് ഡൈവർഷനോ എന്തിന് അവിടെ അടച്ചു വെച്ചേക്കും. ഡൈവർഷൻ എടുക്കാൻ പറഞ്ഞിട്ട് അതവിടെ അവരെ അടച്ചു വെച്ചേക്കുന്നത് എന്തോ ഒരു പരിപാടിയാണ്. നൈസ് റോഡാട്ടോ, ഈ രക്ഷയില്ലാത്ത റോഡ്, രക്ഷയില്ല സംഭവം. റോഡിൻ്റെ ഭംഗിയോ അങ്ങനെയൊന്നുമല്ല, ഈ ഒരു സീനറി ഉണ്ടല്ലോ രണ്ട് സൈഡിൽ ഈ കാട്ടിനകത്തുകൂടി ഇങ്ങനെ പോകുന്നതിൻ്റെ ഒരു അത് അടിപൊളിയാണ്, ഭയങ്കരമാണ്, ഒരു രക്ഷയില്ല. എന്നെ സംബന്ധിച്ച് എനിക്ക് ബൈക്ക് ഓടിച്ചുകൊണ്ട് പോകുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. വേറെ ഏത് വണ്ടി ഓടിച്ചാലും പൈസ എത്ര 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 പഴയ അതേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. അടുത്തിട്ട് ഗൈസ്, നമ്മളെ ഇവിടെ ചെക്ക് പോസ്റ്റ് ഉണ്ട്. ചെക്ക് പോസ്റ്റിൽ നമുക്കാണെങ്കിൽ ഒരു ബൈക്കിന് രണ്ടാൾക്കും കൂടി 100 രൂപ നമ്മൾ ടിക്കറ്റ് എടുത്തു. 100 രൂപ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ മുകളിലോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. മൊട്ടമൂടെന്ന് പറയുന്ന ആരോ മാർക്ക് കൊടുത്തിട്ട് അങ്ങോട്ടും വഴിയാക്കിയുണ്ട്. മൊട്ടമൂടെന്ന് പറയുന്ന എൻ്റെ പൊന്നേ, അന്ന് വന്നപ്പോൾ ഇവിടെയൊക്കെ റോഡിലൊക്കെ ഭയങ്കര കട്ടറായിരുന്നു. ഞാൻ ആ ഭാഗത്ത് വന്നപ്പോൾ അന്ന് ഞാൻ എൻ്റെ ഒരു മൊബൈൽ ഹോൾഡറുണ്ട്, ഇത് ബോബോടെ കേട്ടോ, മറ്റേ സാധാ മൊബൈൽ ഹോൾഡർ എൻ്റെ മറ്റേ ബൈക്ക് ഇരിക്കുന്ന ടൈപ്പ്. അപ്പോൾ അത് ഒരു കുഴിക്കകത്ത് വീണ് ഫോണങ്ങ് തെറിച്ച് തളുപ്പ് അതങ്ങ് ഒടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ ഇതിപ്പം വണ്ടി വാങ്ങിയപ്പോൾ തന്നെ ഇതിൻ്റെ ഓണർ പുള്ളിക്കാരൻ ബോബോടെ, എൻ്റെ ഭഗവാനെ കൃഷ്ണനാരായണ മുകുന്ദ, അയ്യോ സംഭവം ഞാൻ ഇങ്ങനെ പേടിക്കുന്നത് എന്താണെന്നറിയോ, മറ്റേ ബൈക്കാണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ കടത്തി എടുത്തോണ്ട് അങ്ങ് പോവും ഇങ്ങനെയുള്ള ഹെയർ പിന്ന് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിന് ഇത്രയും വെയിറ്റ് ഉണ്ടായതുകൊണ്ടേ എനിക്ക് നല്ല ടെൻഷനുണ്ട്, വണ്ടി ഇങ്ങനെ മറിഞ്ഞു പോകുമെന്നൊരു. കാരണം ഇത് വീശി അങ്ങ് എടുക്കണം, നമ്മൾ പേടിച്ചിരുന്നിട്ട് കാര്യമില്ല. ഒരുപാട് വീശി കഴിഞ്ഞപ്പോൾ കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി അങ്ങേയറ്റം പോകും. പയ്യെ കൊടുത്തു കഴിഞ്ഞാൽ വെയിറ്റ് കാരണം ചിലപ്പോൾ മറിയാനുള്ളൊരു സാധ്യതയുണ്ട്. എനിക്കൊരു ഹാൻഡിൽ ബാലൻസ് ഇങ്ങനെ ഇത്രയും അങ്ങോട്ട് വളയ്ക്കുമ്പോൾ ഉള്ളൊരു ഹാൻഡിൽ ബാലൻസ് ഒരു കുറച്ചും കൂടി അങ്ങോട്ട് പെർഫെക്റ്റ് ആവാനുണ്ട്. അത് ഈ ഹെയർ പിന്നുകൾ കയറുമ്പോൾ അത് ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഹെയർ പിൻ, വൈഡായിട്ടുള്ള ഹെയർ പിന്നാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് നൈസായിട്ട് എടുത്തുകൊണ്ട് പോവാം. പക്ഷേ ഇത്ര ക്ലോസ് ആയിട്ടുള്ള ഹെയർ പിന്നുകളാകുമ്പോഴേ എനിക്കൊരു ഇതാണ്. അല്ലെങ്കിൽ പിന്നെ കുറച്ചുകൂടെ പൊക്കം വേണം എനിക്ക്. പൊക്കം ഇല്ലാത്തതുകൊണ്ട് കാല് കുത്താമല്ലോ, പൊക്കം ഉണ്ടെങ്കിൽ. പൊക്കം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കാല് കുത്താനും ഒരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് കാല് കുത്താൻ പറ്റത്തില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ ശാരീരികമായിട്ടുള്ളൊരു പ്രശ്നമല്ല, മനസ്സിൻ്റെ പ്രശ്നമാണ്. ഈ ഒരു റോഡ് കൂടെ ഒക്കെ വണ്ടി ഓടിച്ച് വരിക എന്ന് പറയുന്നത് എൻ്റെ മോനെ ഒരു രക്ഷയില്ല. ലോറി വളയ്ക്കാനുണ്ടോ ഇത്ര പാട്? ലോറിക്കാരനൊക്കെ ഇങ്ങനെ നമുക്ക് ഈ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചിങ്ങനെ ഒരു താളത്തിൽ ഇങ്ങനെ വൈബടിച്ച് പോകണം. അതാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. കണ്ടില്ലേ എന്ത് സുഖകരമായിട്ടാണ് നമ്മൾ പോകുന്നതുണ്ടോ. വേറൊരു വണ്ടിയില്ല, ഇതാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം മുമ്പിലും പുറകിലും ഒന്നും വേറൊരു വണ്ടിയില്ലാതെ ഒരു നല്ലൊരു താളത്തിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് ഇങ്ങനെ പോകാമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് വേറെ ലെവലാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല, എത്ര പറഞ്ഞാലും മതിയാവത്തില്ല.
ഇതൊക്കെ ഈറ്റക്കാടാണെന്നാണ് തോന്നുന്നത്. ഇവിടെ ആനയുണ്ട്. ഈ ഇടയ്ക്കാണെങ്കിൽ ഏകദേശം ഒരു 2 മാസം മുന്നേ കണ്ട് ഇവിടെ കണ്ട് പുള്ളിപ്പുലിയുടെ ഒരു പ്രസൻസ് കണ്ടു എന്നും പറഞ്ഞ് ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. പുള്ളിപ്പുലി ആയതുകൊണ്ട് വലിയ സീനില്ല. അതിൽ കടുവയോ സിംഹമോ ഒന്നും അല്ലല്ലോ. എന്നാൽ ഒരു സീനാന്ന് നോക്കിയേ. നൈസ്. 6ാമത്തെയാണ്. മൊത്തം 22 ഹെയർ പിന്നാണ് നമുക്കുള്ളത്. ഇത് പൊളിയായിരുന്നു കേട്ടോ. ഇത് നൈസായിട്ട് സ്മൂത്തായിട്ട് കയറി വന്ന്. ആന സ്പീഡ്. പയ്യപ്പോടോ. അയാൾ ഹോൺ അടിച്ചില്ല, ഞാനും ഹോൺ അടിച്ചില്ല. ഞാൻ ആനയുടെ ബോർഡ് നോക്കിക്കൊണ്ട് വന്നു ചെയ്ത്. അമ്മേ ആന ആന ആന. അയ്യോ, തണുപ്പ് കൊതിച്ച് മലയാറാൻ വന്നപ്പോൾ ആന ചവിട്ടിക്കൊണ്ട് പോയേനെ. അയ്യോ, ഇവിടെ KSRTC ആനയ്യോ കറക്റ്റ് ആന ഇറങ്ങി വരുന്ന പോലെ തന്നെ ഉണ്ടായിരുന്നു. ഇമാര് ഹോണൊന്നും അടിക്കത്തില്ല. നമ്മൾ പഠിച്ചില്ല. കാടല്ലയോ, എൻ്റെ ഒരു സൈലൻസിൽ ഇങ്ങനെ ആ ഒരു മൂഡിൽ വണ്ടി ഓടിച്ച് പോകാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരു വലിയൊരു കുഴപ്പമില്ല. ഇവിടെയൊക്കെ സാധാരണ റോഡിലൊക്കെ ഈ കുരങ്ങന്മാരെയൊക്കെ കാണുന്നത്. ഈ പ്രാവശ്യം വന്നപ്പോൾ നമുക്ക് കുരങ്ങന്മാരെ ഒന്നും കാണുന്നില്ല. ഒറ്റ ജീവികളില്ല. ചൂടിൻ്റെ ആയിരിക്കും ഇല്ലയോ. വാനരം പൈതങ്ങൾ ഇരിക്കുന്നത് കണ്ടോ. ഞാൻ ഇവരെ കണ്ടില്ലെന്നല്ലോ എന്ന് ഞാൻ കുറേ നേരമായിട്ട് വിചാരിക്കായിരുന്നു. അവരിവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഇച്ചിരി നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഒരു തണുപ്പ് ആസ്വദിക്കാൻ വന്നിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ മോനെ, എന്നാ വ്യൂ നോക്കി. താഴോട്ട് നോക്കണം. താഴോട്ട് നമ്മൾ കയറി വന്ന ഒരു വഴിയൊക്കെ. എൻ്റെ മോനെ, അയ്യോ രക്ഷ. അയ്യോ. ഇതൊക്കെയാ മോനെ സ്വർഗം എന്ന് പറയുന്നത്. അവിടെ ഒരു വീട് എന്തുവാടി ഇരിക്കുന്നേ. ഒറ്റപ്പെട്ടൊരു ബിൽഡിങ് അവിടെ. അവിടുന്ന് താഴോട്ട് വീട്ടിൽ നിന്ന് സ്റ്റെപ്പ് ഇറങ്ങി സ്റ്റെപ്പ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ കൊക്കേ വീഴുമല്ലോ. അതൊക്കെ എന്തിനാ അവിടെ കൊണ്ട് പണിഞ്ഞു വെച്ചേക്കുന്നത്. അടിപൊളി. അതുകൊണ്ട് അതിൻ്റെ മുകളിൽ നമുക്ക് കയറേണ്ടത്. വാച്ച് ടവർ എൻ്റെ മുകളിൽ കാണുന്നുണ്ട്. ഒരു രക്ഷയില്ലാത്ത സ്ഥലം കേട്ടോ. ചായയുണ്ട്, കോഫിയുണ്ട്. ഇവിടെ ഒരുപാട് തേയില കച്ചവടം ചെയ്യുന്ന ഒരുപാട് ആൾക്കാരെ കാണേണ്ടതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഒറ്റ തേയില കച്ചവടക്കാരെയും കണ്ടില്ല. സീസൺ ആയിരിക്കത്തില്ല അല്ലയോ, അതാണ്ടായിരിക്കും. ഒരാളെ പോലും തേയില കച്ചവടം ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടില്ല. അത് മറ്റേ ഇത് പൈനാപ്പിളൊക്കെ വിൽക്കാൻ വെച്ചു. 22ാമത്തെ ഹെയർ പിന്ന. ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ കണ്ടിട്ടുണ്ടോ? പൊന്മുടിയിലെ പോലീസ് സ്റ്റേഷൻ. അത് കാണണം. കണ്ടു കഴിഞ്ഞാൽ നമ്മൾ റെസ്റ്റോറൻ്റ് ആണെന്ന് വിചാരിക്കും. എന്താ രസമെന്ന് പറയുക കാണാൻ. മുന്നേ അങ്ങനെ ആയിരുന്നു. ഇപ്പോഴത്തെ കോലം എനിക്കറിയില്ല. നോക്കാം. അങ്ങനെ ആയിരിക്കുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. തേയില ചേച്ചി കൊണ്ടിരിക്കുന്നു. വലതുവശത്തൊരു തേയില കച്ചവടമാണെന്ന് തോന്നുന്നു. തേയില അത് തന്നെ തേയില. ഇവിടെ റോഡിന് നടുക്കൊക്കെ ആൾക്കാർ നിൽക്കുന്നല്ലോ. അടുപ്പിച്ചടുപ്പിച്ച് തേയിലയുണ്ട് കേട്ടോ. പൊന്മുടിക്ക് അടുത്തോട്ടാണ് ഈ തേയില കച്ചവടങ്ങളൊക്കെ. ഇല്ലില്ല. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കേണ്ട ഒരു പരിപാടിയുണ്ട് കേട്ടോ. ഗോപ്രോയ്ക്ക് കുഴപ്പമില്ല. വേറെ ക്യാമറ ഒന്നും ഇല്ലല്ലോ. താഴെയൊന്നും ചോദിച്ചു. വേറെ ക്യാമറ ഒന്നും ഇല്ലല്ലോ. ഏത് ക്യാമറ ആയാലും എന്താണ്, നമുക്ക് ഫോട്ടോ എടുത്താൽ പോരെ. ഇതൊക്കെ എന്താ സിസ്റ്റം എന്ന് എനിക്കറിയാൻ പാടില്ല. നമ്മളങ്ങനെ പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിൽ എത്തിയിട്ടുണ്ട്. എൻ്റെ മോനെ, താഴോട്ട് നോക്കി. ഇവിടെ കൈവരിയൊന്നും ഇല്ല. ചില സമയത്തൊക്കെ പേടിയാവും കേട്ടോ. അവിടെ ചെന്ന് കഴിയുമ്പോഴാണ് ആൾക്കാർ ഒരു കൂട്ടം വണ്ടികൾ അവിടെ ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. പാർക്കിംഗ് ഗ്രൗണ്ട് ഒരു ചുമട് വണ്ടികളുണ്ടാവും. അടുത്തോട്ട് എത്തും തോറും മുകളിലുള്ള ആൾക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക കേട്ടോ. നമുക്ക് ചെറുതായിട്ട് തോന്നുന്നുണ്ടേ
നമ്മൾ വിചാരിക്കും വല്ല മരങ്ങളോ കുറ്റിച്ചെടികളോ വല്ല ഇരിക്കുകയായിരിക്കും, പക്ഷെ അതൊന്നുമല്ല. ആൾക്കാരുണ്ട് അവിടെ, ഒരുപാട് ആൾക്കാരുണ്ട്. പൊന്മുടിയിലാണോ പിന്നെ ആൾക്കാരില്ലാത്തല്ലേ? ഇതാണ് പോലീസ് സ്റ്റേഷൻ. അത്ര ബോർഡ് കിടക്കാൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പൊന്മുടി പോലീസ് സ്റ്റേഷൻ. അതാണ്ട് ഇവിടെ നിന്ന് ഇടത്തെ സൈഡിൽ എന്ത് രസമായിട്ടാണ് പണിഞ്ഞു വെച്ചേക്കെന്ന് നോക്കി. കാലപ്പഴക്കത്തിൻ്റെ ഒരു ചെറിയ മങ്ങലുണ്ട് കേട്ടോ. കുറച്ചാൾ മുന്നേയൊക്കെ നല്ല രസമായിരുന്നു. ഇപ്പോൾ അത് കുറേ നാളായതിൻ്റെ അല്ലേ ചെറിയ മങ്ങൽ പോലെയൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മൾ പൊന്മുടിയുടെ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇപ്പോൾ വണ്ടി എവിടെയെങ്കിലും കൊണ്ട് പാർക്ക് ചെയ്യണം. എവിടെയെങ്കിലും അല്ല, ഇവിടെ പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ കൊണ്ടുപോയി പെട്ടെന്ന് തിരിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിൽ വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്യണം. അതുകൊണ്ട് ഇവിടെ ഒരു RS200 ഒരു കപ്പിളും കൂടെ ഒക്കെ നിൽക്കുന്നത്. കപ്പിൾസിൻ്റെ ബഹളമാണ് ഇവിടെ കേട്ടോ. ഓ, രക്ഷയില്ലാത്ത കപ്പിൾസ് ഉണ്ട്, രക്ഷയില്ലാത്ത കപ്പിൾസ്. അപ്പോൾ നമ്മളും കപ്പിൾസ് അല്ലേ? നമ്മളും കപ്പിളാണ്. ഡെസ്റ്റിനേഷൻ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ എത്തുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെയൊക്കെ ഉണ്ടാവുമെന്ന്. ഒരു ചുമട് ആൾക്കാരുണ്ട് ഇവിടെ. എൻ്റെ അമ്മച്ചി മിക്കവാറും ഇവിടെയൊക്കെ തന്നെ മറിഞ്ഞു വീഴാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. NS ആണെന്ന് തോന്നുന്നു. ഓ, അതിൻ്റെ സൈലൻസറൊക്കെ നോക്കി. സൈലൻസർ മാറ്റി. അമ്മേ, പൊന്മുടി എത്തി നമ്മൾ ഞാനും വൈഫും കൂടെ കുറേ നേരം അവിടെ ഇവിടെയൊക്കെ കയറി ഇറങ്ങി കുറച്ച് ഫോട്ടോകളും കാര്യങ്ങളൊക്കെ എടുത്ത് ഇങ്ങനെയൊക്കെ നിന്നു. സംഭവം വേനൽ വന്നാലും മഴക്കാലത്ത് വന്നാലും പൊന്മുടി ഒരു വൈബാണ്. പൊന്മുടിക്ക് ഒരു വൈബല്ല ഉള്ളത്, 2 വൈബാണ്. ഇതാണ് ഈ ചൂടുകാലത്തുള്ളൊരു വൈബ് എന്ന് പറയുന്നത്. ഇതാണ് പുല്ലുകളൊക്കെ പച്ചപ്പൊക്കെ മാറി ഒരു ഇളം മഞ്ഞ കളറായിട്ടുണ്ട്. അതാ ഉണക്കലിൻ്റെയാണ്. പിന്നെ ഒരുപാട് ആൾക്കാർ ഒന്നുമില്ല. അവിടെയാണ് വാച്ച് ടവർ വരുന്നുണ്ട്. ആ ഭാഗത്താണ് വാച്ച് ടവർ. അവിടെ അതിൻ്റെ മണ്ടയ്ക്കോ അതിൻ്റെ അടിയിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. പിന്നെ ഓരോ പാറയുടെ അടിയിൽ ഓരോ കപ്പിൾസ് ഉണ്ട്. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ്. ഓരോ പാറയുടെ അടിയിൽ ഓരോ കപ്പിൾസ് ഉണ്ട്. ഈ പാറയുടെ അടിയിൽ ഞങ്ങളുണ്ട്. എൻ്റെ പൊണ്ടാട്ടിയാണ് അവിടെ ഇരിക്കുന്നത്. പൊണ്ടാട്ടി എനിക്ക് അവിടെ സെൽഫി സ്റ്റിക്കൊക്കെ എടുത്ത് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ഇരിക്കുക. പക്ഷേ എനിക്കിഷ്ടപ്പെട്ട വൈബ് 2 മുഖങ്ങളുടെ പൊന്മുടിക്കും. 2 ഫേസ് ഉണ്ട്. അതിൽ ഒരു ഫേസ് ഞാൻ മുന്നേ കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഫുള്ള് ഇങ്ങനെ കോട മഞ്ഞ് വന്ന് കയറി ഒന്നും കാണാൻ പറ്റാത്തൊരവസ്ഥ. അതിൻ്റെ വീഡിയോ എൻ്റെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. പക്ഷേ ഇത് നല്ല വെയിലുണ്ട്. കുറേ നേരം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഭയങ്കര വെയിലാണ്, പക്ഷേ ചൂടറിയുന്നില്ല. സംഭവം ഒരു പരിധി വരെ ശരിയാണ്. പക്ഷേ കുറേ നേരം വെയിലത്ത് നിന്നപ്പോഴേ ചെറുതായിട്ടൊക്കെ ചൂടറിയുന്നുണ്ട് കേട്ടോ. വേനലിലും പൊന്മുടിക്ക് സൗന്ദര്യമുണ്ട്. നല്ല മനോഹരമായ സൗന്ദര്യം തന്നെ ഉണ്ട്. 4 വശവും എന്താ പറയുക, മലകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. ഓരോ മലകൾക്കും ഓരോരോ ഡ്യൂട്ടി ഉണ്ട്. ഓരോ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ മലയുടെ ഡ്യൂട്ടി എന്ന് വെച്ചാൽ അവിടെ പോലീസിൻ്റെ വയർലെസ് കമ്മ്യൂണിക്കേഷനോട് ബന്ധപ്പെട്ടുള്ള ഒരു ഓഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ആ മലയുടെ മുകളിലോട്ട് ടൂറിസ്റ്റുകൾ അധികം അങ്ങനെ കയറി പോകില്ല. ജസ്റ്റ് അത് കയറി ഇറങ്ങി വരുന്നതേ ഉള്ളൂ. ആ ഒരു പാറക്കൂട്ടം കണ്ടോ, ആ ഒരു ചെറിയ മല, അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പിൾസാണ്. ഫുള്ള് കപ്പിൾസിൻ്റെ പരിപാടിയാണ്. നമ്മൾ ആ മല കയറി ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിരന്ന് ഇങ്ങനെ ഓരോരോ മൂലയ്ക്കായിട്ട് കപ്പിൾസ് അവരുടേതായിട്ടുള്ള സ്വകാര്യ നിമിഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അവിടെ ആ ഭാഗമെന്ന് പറഞ്ഞാൽ ഫാമിലീസാണ്. ആ മലയുടെ താഴെ കൊടക്കീഴ് കാര്യങ്ങളൊക്കെ, അവിടെ കൂടുതൽ ഫാമിലീസ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഈ മലയുടെ താഴ്ഭാഗം അവിടെയും കപ്പിൾസിൻ്റെ ഒരു ഏരിയയാണ്. താഴോട്ട് ഇങ്ങനെ കിടക്കും. ആ മലയുടെ താഴ്വശത്തോട്ട് കുറേ കപ്പിൾസ് കാര്യങ്ങളൊക്കെ വരും. പിന്നെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ കയറുന്ന ഒരു പ്രധാനപ്പെട്ട കുഴിയുണ്ട് കേട്ടോ. പ്രധാനപ്പെട്ട ഒരു
മലയെന്ന് പറയുമ്പോൾ ഞാൻ ഈ നിൽക്കുന്നതാണ്. അതായത് ഈ വാച്ച് ടവറുള്ള ഈ ഒരു മലയിലാണ് കൂടുതൽ ഫാമിലീസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാനിപ്പോൾ ആ മലയിലാണ് നിൽക്കുന്നത്. എൻ്റെ പൊണ്ടാട്ടി ഇവിടെ ഒരുമാതിരി ഉരുക്കി ഒലിച്ചിരിക്കുകയാണ്. തണുപ്പുണ്ട്, കോടയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിളിച്ചുകൊണ്ട് വന്നതാണ്. വളരെ നിരാശയായി. പിന്നെ വാച്ച് ടവറിൻ്റെ മുകളിലോട്ട് നമുക്ക് കയറാൻ പറ്റില്ല. സ്റ്റെപ്പ് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു മലനിരകളെന്ന് പറയുമ്പോൾ ആ കാണുന്ന മലനിരകളാണ്. അവിടെ വെച്ചാൽ ഏറ്റവും ടോപ്പിൽ നോക്കി അറിയാം കുറേ തലകൾ ഇങ്ങനെ നിരന്നിരിക്കുന്നൊരു ഫീല് കിട്ടും. ആ ഒരു മലനിരകൾ ബാക്ക്ഗ്രൗണ്ട് വരുന്ന രീതിയിലാണ്ട് ഈ ഇത്രയും പോർഷനിൽ നിന്ന് എവിടെ നിന്ന് വേണമെങ്കിലും ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. പക്ഷെ അത്രയും ഭംഗി വേറെ ഒരിടത്തു നിന്ന് നമുക്ക് കിട്ടുന്നില്ല. ഇവിടെയൊക്കെ മൊത്തം കയറി ഇറങ്ങി നോക്കി, പക്ഷേ അത്രയും ഒരു ഭംഗി നമുക്ക് വേറെ ഒരിടത്തു നിന്നും കിട്ടുന്നില്ല. ഇവിടെ നോക്കിയറിയാം 1 2 3 4 5 6 7 8 ആൾക്കാരുടെ പ്രതിമകളുടെ തല ഇങ്ങനെ നിരന്നിരിക്കുന്നൊരു ഫീലാണ്. ഈ നട്ടുച്ചയുണ്ടാകുമ്പോൾ അത്രയും ഒരു ഇമ്പാക്റ്റ് കിട്ടുന്നില്ല. കുറച്ചുകൂടെ നേരത്തെ വെയിലിൽ നിന്ന് താന്ന് കഴിയുമ്പോഴൊക്കെ ചെറിയൊരു മഞ്ഞ് കയറുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഭയങ്കര ഭംഗിയാണ് കാണാൻ. അത്രയും ഭംഗിയുള്ളൊരു ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേറെ എവിടുന്ന് നമുക്കിട്ട് കിട്ടുന്നില്ല. പൊന്മുടിയുടെ ഏറ്റവും എൻഡിലെത്തിയിട്ടുണ്ട്. ഏറ്റവും എൻഡൊന്നും ആയിട്ടില്ല. ഇനി അങ്ങോട്ട് ഇപ്പോൾ മലനിരകൾ എൻ്റെ മുമ്പിലോട്ട് നോക്കിയാൽ അറിയാം ഒരുപാട് മലനിരകൾ ഫ്രണ്ടിലുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ നിൽക്കുന്നതിനടുത്ത് നിന്ന് അങ്ങോട്ട് കുറേ സ്ലോപ്പാണ്. കുറച്ചുകൂടെ മുമ്പോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ മറിഞ്ഞ് താഴോട്ട് വീഴാനുള്ള സാധ്യതയൊക്കെ ഞാൻ മുന്നിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് നമ്മളങ്ങോട്ട് ഇറങ്ങുന്നില്ല. പിന്നെ എനിക്കിപ്പം നിങ്ങളിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം 4 വശവും മലനിരകൾ. ഇതാണിപ്പം നമ്മുടെ ഒരു എന്താ പറയുക പൊന്മുടി എന്ന് പറയുന്നത്. ആ മൊട്ടക്കുന്നുണ്ടല്ലോ, മൊട്ടക്കുന്നെന്ന് പറയും. ഞാൻ നേരത്തെ കാണിച്ചു തന്നില്ലായിരുന്നു, മറ്റേ വാച്ച് ടവറിൻ്റെ അടുത്ത് വെച്ച് കാമുകന്മാർ ഒരു ചുമടായിട്ട് കാണുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത്. ആ ഒരു ഭാഗമാണ് അത്രയും ഭാഗം. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഒരുപാട് കുടകളും അവിടെ ഇവിടെയൊക്കെ കാണുന്നുണ്ട്. മരത്തിൻ്റെ മൂട്ടിലേക്കായിട്ട് ഒരുപാട് കപ്പിൾസ് വന്നിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ആണെങ്കിൽ കുറച്ച് കുടകൾ, അത് മറ്റേ സാധാ കുടയല്ല, വലിയ കുടിൽ പോലൊരു സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടം വരെ ആൾക്കാർ നിൽക്കത്തുള്ളൂ. അതിൻ്റെ താഴോട്ട് ഇങ്ങോട്ട് അധികം ആരും കൊണ്ട് ഇറങ്ങി വരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇത്ര നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ ഞാനും ഇവളും കൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു എന്നേ ഉള്ളൂ. ഈ ബാക്കിയുള്ള മലനിരകളെ അപേക്ഷിച്ച് കണ്ട അവിടെ കാണുന്നുണ്ട് ഈ ഒരു മല കണ്ടോ, ഈ മലയ്ക്കാണ് കൂടുതലും അങ്ങോട്ട് ഇലയില്ല. ഇല മീൻസ് പുല്ലുകൾ അങ്ങനെ അധികം വളർന്നു വന്നിട്ടില്ല. അതിനകത്ത് ഒരുപാട് പാറകളാണ്. അതിന് ആ ഒരു മലേനൊക്കെ ചെറിയ മലയാണ്, മറ്റുള്ളതിനെ അപേക്ഷിച്ച് വളരെ ചെറിയ മലയാണ്. പക്ഷേ ബാക്കിയുള്ളതിനെ അപേക്ഷിച്ചിട്ട് വളരെ വ്യത്യസ്തമായൊരു കാഴ്ചയാണ്. കാരണം കറുത്ത കല്ലാണ് അതിൻ്റെ മുകളിൽ മൊത്തം. പിന്നെ പുല്ലുകൾ വളരെ കുറവ്, ശക്തമായ കാറ്റടിക്കുന്നുണ്ട് ഈ ഭാഗത്ത്. കാരണം ഏറ്റവും എൻഡാണ് ഇവിടെ, ഏറ്റവും എൻഡാണ്. അപ്പോൾ പൊന്മുടിയിൽ നമ്മൾ വന്നിട്ടിപ്പം അത്യാവശ്യം എല്ലാ മലകളും കയറി ഇറങ്ങിയെന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ഇതിനപ്പുറത്തോട്ടുള്ള മലനിരകളാണ്. ഇത് കണ്ണെത്താ ദൂരത്തടുത്തോളം എത്ര മലനിരകളുണ്ട് എന്ന് ഒരു കണക്കുമില്ല. 1 2 3 4 5 6 7 8 9 10 എത്ര മലനിരകൾ, എത്ര എണ്ണമെന്നറിയാൻ വയ്യ. കാരണം പൊന്മുടി എന്ന് പറയുന്നത് വലിയൊരു ഹിൽ സ്റ്റേഷനാണ്. നമുക്ക് കയറാൻ പറ്റാനുള്ള പെർമിഷൻ ഇത്രയും ഇവിടം വരെ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, അങ്ങോട്ടൊന്നും ആരും അങ്ങനെ കയറി പോകുന്നതായിട്ട് എൻ്റെ കണ്ണിൽ പെട്ടിട്ടോ അങ്ങനെ കയറി പോയതിൻ്റെ ഒരു സൂചനയോ കാര്യങ്ങളോ ഒന്നും ആ മലകളിൽ കാണുന്നില്ല. ഇവിടം വരെയാണ് ഏറ്റവും ലാസ്റ്റ് മലനിരകൾ. കണ്ട് ഇവിടെയാണ് ഒരുപാട് മലനിരകൾ ഇവിടെ ഉണ്ട്. ഇതിന് മുന്നേ വന്നതിനെ അപേക്ഷിച്ച് ഇന്ന് എനിക്ക് നിരാശയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിരാശയാണ്. പക്ഷേ അത്രയ്ക്കും അങ്ങോട്ട് നിരാശയല്ല. പൊന്മുടിയുടേതായിട്ടുള്ളൊരു ഭംഗിയുണ്ട്. ആ ഭംഗി ഏത് കാലാവസ്ഥയിലും പൊന്മുടി ഉയർത്തിപ്പിടിച്ച് തന്നെ നിൽക്കും. പക്ഷേ എല്ലാവർക്കും ഇഷ്ടം, എനിക്കും ഇഷ്ടം ആ ഒരു കോട ഇറങ്ങി വരുന്ന പൊന്മുടിയെ കാണാനാണ്. ഇപ്പം നല്ല ശക്തമായ കാറ്റാണ്, ഒരു ഇളം തണുപ്പ് കാര്യങ്ങളാണ്. പക്ഷേ ഒരു വെയിലാണ്. വെയിലത്ത് പുല്ലെല്ലാം ഒരുമാതിരി വാടിക്കരിഞ്ഞിരിക്കുന്നൊരവസ്ഥ. ഒരു മനസ്സിൻ്റെ ഉള്ളിൽ നിന്നൊരു കുളിർമ പുറത്തോട്ട് വരുന്നില്ല. അതാണ് ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതാണ് പൊന്മുടിക്ക് 2 മുഖങ്ങളാണ്. അതിൽ ഒരു മുഖമാണിത്. പക്ഷേ മോശമല്ല, ഈ ഒരു മുഖമായിട്ട് പോലും ഈ ഒരു മുഖം കാണാൻ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട്, ഒരുപാട് ആൾക്കാർ. അതാണ് പൊന്മുടിയുടെ വിജയവും. ഇനി നമ്മളിവിടുന്ന് പൊന്മുടിയിൽ നിന്ന് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ഇറങ്ങാം. പൊന്മുടിയിൽ നിന്ന് നമ്മളങ്ങോട്ട് ഇറങ്ങിയതിന് ശേഷം നമ്മൾ ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് കല്ലാർ വെള്ളച്ചാട്ടത്തിലേക്കാണ്. മീൻമുട്ടി വെള്ളച്ചാട്ടമില്ലേ കല്ലാറിൻ്റെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും അവിടെ അങ്ങോട്ട് ഞാൻ പോയിട്ടില്ലായിരുന്നു. ഈ പ്രാവശ്യം ഞാനും ഇവളും കൂടെ കല്ലാറൊന്ന് കയറി കണ്ടിട്ട് വരാം. അവിടെ വെള്ളമൊന്നും ഉണ്ടാകത്തില്ല, അതെനിക്കറിയാം. ഒട്ടും വെള്ളം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷേ വന്ന സ്ഥിതിക്ക് ആ ഒരു കാട്ടിനകത്തൂടെ നടന്നു പോകുന്ന ആ ഒരു ഫീലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം
എന്നെനിക്ക് അധികമായ ഒരു ആഗ്രഹമുണ്ട്. അതുകൊണ്ട് നമ്മൾ കല്ലാറിലോട്ട് പോവാം. ഇവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നമുക്ക് പോവാം. നമ്മൾ കല്ലാറ് വെള്ളച്ചാട്ടത്തിലോട്ട് നമ്മൾ പോയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ലാറ് ആ ഒരു നദിയിലോട്ട് നോക്കിയപ്പോൾ, ആറിലോട്ട് നോക്കിയപ്പോൾ തന്നെ ആറിനതങ്ങ് ഒരു തുള്ളി വെള്ളമില്ല. അപ്പോൾ ആ വെള്ളച്ചാട്ടത്തിൽ അപ്പോൾ ഒട്ടും വെള്ളം കാണാനുള്ള സാധ്യത ഇല്ല എന്നൊരു കണക്ക് കൂട്ടല്ലേ. വെറുതെ അങ്ങോട്ടുകൂടെ പോകണ്ടല്ലോ. കാണാൻ ഒരു ഭംഗിയില്ലെങ്കിൽ പിന്നെ ഒരു സുഖമില്ല. മഴക്കാലമൊക്കെ ആയിട്ട് നമുക്ക് എന്തായാലും പൊന്മുടിയിലോട്ടൊന്ന് വരണം. ആ ഒരു മഞ്ഞ് മൂടിയ പൊന്മുടി എന്താണെന്ന് എൻ്റെ വൈഫിനെ ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ ഒരു പൊന്മുടി വ്ളോഗ് കൂടെ എന്തായാലും ഉണ്ടാവും. അത് മഴയൊക്കെ പെയ്യട്ടെ. ആ സമയത്ത് നമ്മൾ കല്ലാറും കൂടെ കയറി കല്ലാർ വെള്ളച്ചാട്ടം കൂടെ കണ്ടിട്ട് വരുന്നതായിരിക്കും. അമ്മേ അയ്യപ്പോ, ഒരു വൃത്തികെട്ട കുഴി. എൻ്റെ വണ്ടി. അപ്പോൾ കുഴപ്പമില്ല. നമുക്കിനി അടുത്ത ഞായറാഴ്ച അടുത്തൊരു യാത്രയുമായി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം.